എല്ലാവർക്കും ഒരിക്കൽ കൂടി രേവൂസ് കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പപ്സ് ഉണ്ടാക്കിയാലോ. നല്ല ഫ്ലെയറൊക്കെ വന്നിട്ടുള്ളൊരു പപ്സാണ് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ളത് ഞാൻ 1/2 കിലോ മൈദയാണ് എടുത്തിട്ടിരിക്കുന്നത്. അതിനൊരു സ്പൂൺ പഞ്ചസാര, ബട്ടർ, കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഇടേണ്ടത് അതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ്. ഞാനിവിടെ തണുത്ത വെള്ളമാണ് ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിരിക്കുന്നത്. ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി ലൂസാക്കിയിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റാക്കി വെക്കണം. എന്നിട്ടൊരു നനഞ്ഞ തുണി വെച്ചിട്ട് മൂടി വയ്ക്കാം. ഇതിനാവശ്യമായിട്ടുള്ള മസാലയ്ക്കാണ് ഓയിലൊഴിച്ച് നമ്മൾക്ക് സവാള, പച്ചമുളക്, വേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുക. പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടും. ഉപ്പിട്ട് ചേർത്ത് ഇളക്കി വരുമ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും. ഇനി നമ്മൾക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി കുറച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മസാല എത്ര വേണം അതിനനുസരിച്ചിട്ട് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാലയാണ് ഞാൻ ഇടുന്നത്. പിന്നെ കുറച്ച് സോസ്, ടൊമാറ്റോ സോസും കൂടി ഇടുന്നുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചേക്കുന്ന മൈദ മാവ് ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ പരത്തിയിടണം. എന്നിട്ട് നമ്മൾക്ക് 100 ഗ്രാം ഡാൽഡയാണ് ആവശ്യമുള്ളത്. അതിൽ നമുക്ക് പകുതി ഡാൽഡ ഇതുപോലെ നമ്മൾക്ക് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും കൊടുക്കാം. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് 4ആയിട്ട് എത്ര ഫ്ലെയർ നമ്മൾക്ക് മടക്കുന്നോ അത്ര ഫ്ലെയർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് പരത്തി ഇതുപോലെ ഒരു സ്ക്വയർ രൂപത്തിലെടുക്കാം. പിന്നെയും ഒരു 50 ഗ്രാം കൂടി ഡാൽഡ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ പരത്തി വെച്ചേക്കുന്നതിലേക്ക് പിന്നെയും നമുക്കത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് ഇതുപോലെ സ്ക്വയർ രൂപത്തിൽ പരത്തിയെടുക്കാം. അത്ര തിന്നാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഒരു 1/2 ഇഞ്ച് കനത്തിൽ നമ്മൾക്ക് പരത്തിയെടുത്തിട്ട് ഇതുപോലെ പപ്സിനാവശ്യമായ രീതിയിൽ ഷീറ്റ് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ രണ്ടാക്കി കട്ട് ചെയ്ത് ആദ്യം മസാല ഇങ്ങനെ വെച്ച് കൊടുത്ത് അതിൻ്റെ മീതെ എഗ്ഗിൻ്റെ ഒരു 1/2 പീസും കൂടി വെച്ച് കൊടുത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത് നമ്മൾക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ട്രേയിൽ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് മുട്ട ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഓവനിൽ 45 മിനിറ്റ്സാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.